ആലശ്ശേരി അറയങ്ങാട് സ്നേഹഭവനിലെ അന്തേവാസികൾക്ക് സ്നേഹസ്പർശവുമായി കാക്കിക്കുള്ളിലെ കനിവ് പറ്റാത്ത മനസ്സുകൾ. തലശ്ശേരി സബ് ഡിവിഷന് കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡിവൈഎസ്പി പ്രിൻസ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സ്നേഹഭവൻ സന്ദർശിച്ച് അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം ചിലവിട്ടത്. തലശ്ശേരിയിലെ ചില സന്നദ്ധ സംഘടനകളും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ചേർന്നിരുന്നു. ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകൾക്കിടെയാണ് തലശ്ശേരി സബ് ഡിവിഷന് കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. ചൊവ്വാഴ്ച ഡിവൈഎസ്പി പ്രിൻസ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സബ് ഡിവിഷന് കീഴിലുള്ള സിഐമാരും എസ്ഐമാരും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആലശ്ശേരി അറയങ്ങാട് സ്നേഹഭവൻ സന്ദർശിച്ചു. സ്നേഹഭവനിലെ അന്തേവാസികൾക്കൊപ്പം പാട്ടുപാടിയും കുശലാന്വേഷണം നടത്തിയുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ നേരം ചിലവിട്ടു. വിശ്വസംസ്കാര രീതിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരേ, ചെമ്മൻ കുതിരേ, എന്തൊരുന്മേഷമാണ് നിൻ കണ്ണിൽ. മടങ്ങാൻ നേരം അന്തേവാസികൾക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനൊപ്പം ഇവിടത്തെ അന്തേവാസികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റും ഒരു ആംബുലൻസ് വാങ്ങി നൽകാമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകുകയും ചെയ്തു. അപ്പൊ ഇവിടെ വന്നപ്പോ ബ്രദറ് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരു ആംബുലൻസ് വേണം, നിങ്ങൾക്ക് പോകാൻ ആസ്പത്രികളിലുള്ള ആംബുലൻസ് കൊടുക്കുന്നു. അപ്പൊ ഏതായാലും അത് ഇന്നലെ ബുക്ക് ചെയ്തൂടെ? തന്നെ ആ ആംബുലൻസ് ഇവിടെ എത്തിക്കാനുള്ള എല്ലാം ഒരു സ്ഥലം കഴിയില്ലേ? ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി വരുള്ളൂ. അപ്പൊ ഏതായാലും ഒരു ആംബുലൻസ് തരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിനിടെ അന്തേവാസികളിൽ ചിലർ വിനോദയാത്ര പോകണമെന്ന ആഗ്രഹം അറിയിക്കുകയും മാനന്തവാടിയിലേക്ക് ഒരു ദിവസം എല്ലാവരെയും കൊണ്ടുപോകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്തേവാസികളെ അറിയിച്ചു. അത്താഴക്കൂട്ടം തലശ്ശേരി തളിപ്പറമ്പ്, JCI ഗോൾഡൻ ഡ്രീംസ്, തലശ്ശേരി വൈസ്മെൻസ് ഇന്റർനാഷണൽ എന്നീ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും നൽകിയ ശേഷമാണ് ഇവർ മടങ്ങിയത്. രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.